ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സിനിമ എക്സ്പ്ലെയിനർ. ഇന്ന് നമ്മൾ 2025 പുറത്തിറങ്ങിയ 11 എന്ന തെലുങ്ക് സിനിമയെ കുറിച്ചിട്ടാണ് നോക്കാൻ പോകുന്നത്. സിനിമയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഞാൻ എന്നും പറയുന്നത് പോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് അമർത്തിയാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്കരികിലേക്ക് ഉടൻ തന്നെ എത്തുന്നതായിരിക്കും. സോ നമുക്ക് ഒട്ടും സമയം കളയാതെ സിനിമയിലേക്ക് കിടക്കാം. മൂവി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ സെപ്റ്റംബർ 12, 2021 ആര്യ, പാവനി എന്നീ കപ്പിൾസിന്റെ വിവാഹം ഉറപ്പിക്കുന്നു. കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അവരുടെ കല്യാണം നടക്കാനിരിക്കുന്നതിനാൽ പ്രീ വെഡിങ് ഷൂട്ടിന്റെ ഭാഗമായി ഫോട്ടോസ് എടുക്കുകയാണ് അവർ. പിറ്റേ ദിവസം ആര്യ തന്റെ സുഹൃത്തായ ശിവയുടെ അടുത്തേക്ക് ചെന്ന് നാളെ പാവനിയുടെ ബർത്ത്ഡേ ആണ്, അവൾക്കൊരു സർപ്രൈസ് കൊടുക്കണം, അതുകൊണ്ട് നാളെ നിന്റെ ഫാം ഹൗസ് വേണം എന്ന് ചോദിക്കുന്നു. അതിന് ശിവ ഓക്കെ പറയുകയും ഈ ദിവസം തന്നെ ഫാം ഹൗസിൽ ബർത്ത്ഡേ ഡെക്കറേഷനും കേക്കും റെഡിയാക്കി വെക്കാമെന്നും പറയുന്നു. അങ്ങനെ പിറ്റേ ദിവസം ആര്യ പോയി പാവനിയെ കണ്ട് സംസാരിച്ച ശേഷം അതേ ദിവസം വൈകുന്നേരം അവൾക്ക് ബർത്ത്ഡേ സർപ്രൈസ് കൊടുക്കാനായി പാവനിയെ റെഡിയാക്കി ഫാം ഹൗസിലേക്ക് കൊണ്ടുപോവുകയും അവിടെ വെച്ച് സർപ്രൈസ് നൽകി കേക്ക് കട്ട് ചെയ്യുകയും ചെയ്യുന്നു. എന്നാൽ ഇവിടെയാണ് ട്വിസ്റ്റ്. അപ്പോഴാണ് പാവനിയുടെ ഫോണിലേക്ക് ആര്യയുടെ ഫോണിൽ നിന്നും കോൾ വരുന്നത്. അത് കണ്ട് പാവനി ഒന്ന് ഷോക്കായി. അതെന്താ ആര്യ, നീ ഇവിടെ തന്നെ ഉണ്ടല്ലോ, പിന്നെ നിന്റെ ഫോണിൽ നിന്ന് കോൾ വരുന്നത് എന്താണ് എന്ന് ചോദിക്കുകയാണ്. അത് കണ്ട് ആര്യയും കുറച്ച് ടെൻഷനായി. എൻ്റെ ഫോൺ പ്രസ്സായി അറിയാതെ നിനക്ക് കോൾ വന്നതാവും, ഇപ്പോൾ അതൊന്നും നോക്കണ്ട എന്ന് പറഞ്ഞ് ആര്യ പാവനിയെ ഹഗ് ചെയ്യുന്നു. അങ്ങനെ രണ്ടുപേരും ഇൻറ്റിമേറ്റ് ആവുന്നു. എന്നാൽ ഇവിടെയാണ് ട്വിസ്റ്റ്. അപ്പോഴേക്കും അവിടേക്ക് ആര്യയുടെ സുഹൃത്തുക്കളായ ശിവയും മറ്റു രണ്ടുപേരും കൂടി വരുന്നുണ്ട്. അവരെ കണ്ട് പാവനി ഷോക്കാവുന്നു. എന്താണ് ആര്യ എന്ന് ചോദിക്കുമ്പോൾ അതിന് ആര്യ, പാവനി നിന്നോട് ഞാൻ മുമ്പേ പറഞ്ഞതല്ലേ ഇത് നിന്റെ അവസാനത്തെ ബർത്ത്ഡേ ആണെന്ന്, അതുകൊണ്ട് എല്ലാവരും കൂടി ഫുള്ളായി എൻജോയ് ചെയ്യാമെന്ന് കരുതി എന്ന് പറയാണ്. അങ്ങനെ ആ 4 പേരും പാവനിയെ മൃഗങ്ങളെ പോലെ ആക്രമിച്ച് കീഴ്പ്പെടുത്തുന്നു. ശേഷം പാവനിയുടെ കൈകാലുകൾ കെട്ടി കാറിന്റെ ഡിക്കിയിലിട്ട് മറ്റൊരു ഫാം ഹൗസിന്റെ അടുത്തേക്ക് പുറപ്പെടുന്നു. എന്നാൽ വഴിമധ്യേ പോലീസ് അതുവഴി വരുന്ന വാഹനങ്ങളെല്ലാം തടഞ്ഞു നിർത്തി പരിശോധിക്കുന്നുണ്ടായിരുന്നു. അവരുടെ കാറും പോലീസ് തടയുകയും കാറിന്റെ ഡിക്കി തുറന്ന് പരിശോധിക്കാൻ തുടങ്ങുകയും ചെയ്യുന്നു. പോലീസിന് സത്യം എവിടെയെങ്കിലും മനസ്സിലാകുമോ എന്ന് ഭയന്ന് ഉടനെ അവർ കാർ വേഗത്തിൽ മുന്നോട്ടെടുക്കുന്നു. അതോടെ പോലീസും അവരുടെ കാറിനെ പിന്തുടരുന്നു. സീൻ കട്ട് ചെയ്താൽ ഇവിടെ സ്റ്റോറി 3 മാസം പുറകോട്ട് പോകുന്നു. ഒരു ദിവസം രാത്രി ഒരു വീട്ടിൽ കൊലപാതകങ്ങൾ നടന്നുവെന്ന് പോലീസിന് ഇൻഫർമേഷൻ ലഭിക്കുന്നു. പോലീസ് ഓഫീസർ രാജ് തന്റെ ടീമിനൊപ്പം ഉടൻ തന്നെ ക്രൈം സ്പോട്ടിലെത്തുകയും ആ സ്ഥലം മുഴുവൻ വ്യക്തമായി പരിശോധിക്കുകയും ചെയ്യുന്നു. യഥാർത്ഥത്തിൽ ആ വീട്ടിൽ 3 കൊലപാതകങ്ങളാണ് നടന്നിരിക്കുന്നത്. അതിൽ ഒരു ഡെഡ് ബോഡി വീടിന് പുറത്തു കിടക്കുമ്പോൾ ബാക്കി 2 ഡെഡ് ബോഡികൾ വീടിനുള്ളിലാണ്. അതെല്ലാം കണ്ട പോലീസ് ഓഫീസർ ഉടനെ തന്നെ അർജുനോട് അവിടേക്ക് വരാൻ പറയാനായി തന്റെ ടീമിനോട് നിർദ്ദേശിക്കുന്നു. അങ്ങനെ കുറച്ച് സമയത്തിനുള്ളിൽ നമ്മുടെ സിനിമയിലെ മെയിൻ ക്യാരക്ടറായ ഹീറോ അർജുൻ അവിടെ എത്തുകയാണ്. യഥാർത്ഥത്തിൽ അർജുൻ ഒരു ഫോറൻസിക് ഓഫീസറാണ്. ഓരോ കേസിലും പോലീസിന് ക്രൈം സ്പോട്ടിൽ നിന്ന് തെളിവുകൾ ശേഖരിച്ച് നൽകി കേസ് സോൾവ് ചെയ്യാൻ സഹായിക്കുന്നത് അർജുനാണ്. അങ്ങനെ അർജുൻ ക്രൈം സ്പോട്ട് മുഴുവൻ വ്യക്തമായി നോക്കി ഡെഡ് ബോഡികൾ കിടക്കുന്ന പൊസിഷൻ വെച്ച് പോലീസിനോട് പറയുന്നുണ്ട്, ഇവരെ ആരോ അടിച്ചു കൊന്നതുപോലെയാണ് തോന്നുന്നത്. അവർ തമ്മിൽ നടന്ന വഴക്കിനിടയിൽ കില്ലർക്കും പരിക്കേറ്റിട്ടുണ്ടാവണം. ആ പരിക്കുകളുമായി കില്ലർക്ക് ഈ മഴയത്ത് അധിക ദൂരം ഓടിപ്പോകാൻ കഴിയില്ല. അതുകൊണ്ട് ഇവിടെ അടുത്തുള്ള ഏതെങ്കിലും ഹോസ്പിറ്റലിൽ പുള്ളി ട്രീറ്റ്മെന്റ് എടുക്കുന്നുണ്ടാവും. ഇവിടെ അടുത്തുള്ള എല്ലാ ഹോസ്പിറ്റലുകളിലും പോയി ചെക്ക് ചെയ്യുക, കില്ലറെ കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോഴാണ് അർജുൻ അവിടെ പോലീസുമായി സംസാരിച്ച് നിൽക്കുന്ന നവ്യ എന്ന പെൺകുട്ടിയെ കാണുന്നത്. യഥാർത്ഥത്തിൽ നവ്യ ഒരു പെയിന്ററാണ്. അതേ സമയത്ത് ആ കോളനിയിലെ ഒരു അഡ്രസ്സിൽ പെയിന്റിംഗ് ഡെലിവറി ചെയ്യാൻ വന്നപ്പോൾ അവിടെ ഡെഡ് ബോഡികൾ കണ്ട് അവളാണ് പോലീസിന് ഇൻഫർമേഷൻ നൽകിയത്. അർജുൻ നവ്യയെ ആദ്യ കാഴ്ചയിൽ തന്നെ ഇഷ്ടപ്പെടുകയും അവളെ സ്നേഹിക്കാൻ തുടങ്ങുകയും ചെയ്യുന്നു. പോലീസ് നവ്യയോട് ചോദ്യങ്ങൾ ചോദിച്ച് വെറുപ്പിക്കുന്നത് കണ്ട് അർജുൻ പോലീസുമായി സംസാരിച്ച് നവ്യയോട് അവിടെ നിന്ന് പോയിക്കൊള്ളാൻ പറയാണ്. തുടർന്ന് അർജുൻ കമ്മീഷണറുമായി സംസാരിക്കുകയും കമ്മീഷണർ ആ കില്ലറെ പിടിക്കാൻ ടീമിനെ അയക്കുകയും ചെയ്യുന്നു. സീൻ കട്ട് ചെയ്താൽ അങ്ങനെ വീട്ടിലെത്തിയ അർജുൻ ആ കേസിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ അവന് ഇടയ്ക്കിടെ നവ്യയുടെ മുഖമാണ് ഓർമ്മ വരുന്നത്. അതുകൊണ്ട് അർജുൻ ആ കേസിൽ ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല. പിറ്റേ ദിവസം അർജുൻ തന്റെ പോലീസ് ഫ്രണ്ടായ സാഗറിനെ പോയി കണ്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അപ്പോഴേക്കും സാഗർ ആ കേസിനെ കുറിച്ച് സംസാരിക്കാനായി നവ്യയും അവിടേക്ക് വിളിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നവ്യ അവരുടെ അടുത്തേക്ക് വരുമ്പോൾ അർജുൻ അവളെ തന്നെ നോക്കി നിൽക്കുകയാണ്. അത് ശ്രദ്ധിച്ച സാഗറിന് അർജുൻ നവ്യയെ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് മനസ്സിലാവുന്നു. അതുകൊണ്ട് അവർക്ക് 2 പേർക്കും പ്രൈവസി നൽകാനായി സാഗർ ഫോൺ കോൾ വരുന്നത് പോലെ അഭിനയിച്ച് മാറിപ്പോകുന്നു. അർജുനെ കണ്ട നവ്യ രാത്രി പോലീസുമായി സംസാരിച്ച് എന്നെ അവിടെ നിന്ന് പറഞ്ഞയച്ചതിന് താങ്ക്സ് എന്ന് പറയുന്നു. അപ്പോൾ അർജുൻ പറയുന്നുണ്ട്, ഈ കേസിൽ കില്ലറെ ഇതുവരെ പിടിച്ചിട്ടില്ല, അതുകൊണ്ട് ഈ കേസിലെ സാക്ഷി എന്ന നിലയിൽ നിനക്ക് അവർ കാരണം അപകടമുണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കില്ലറെ കിട്ടുന്നതുവരെ നിനക്ക് സേഫ്റ്റിക്കായി ഞാൻ എപ്പോഴും കൂടെ ഉണ്ടാവാൻ കമ്മീഷണർ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നിന്റെ നമ്പറും അഡ്രസ്സും താ. അങ്ങനെ നവ്യയുടെ ഫോൺ നമ്പറും അഡ്രസ്സും വാങ്ങി അവൻ വളരെ ഹാപ്പി ആവുന്നു. അതേ ദിവസം കമ്മീഷണർ അർജുനെ കണ്ട് നീ പറഞ്ഞതുപോലെ കില്ലറെ അന്വേഷിച്ചപ്പോൾ ഇന്നലെ രാത്രി ഒരു ഹോസ്പിറ്റലിൽ വിശ്രമിക്കുകയായിരുന്ന കില്ലറെ ഞങ്ങൾ പിടികൂടി. ഇനി നിന്റെ റിപ്പോർട്ട് പ്രകാരം ഈ മർഡർ കേസിൽ എത്ര പേര് പങ്കെടുത്തിട്ടുണ്ടാവും എന്ന് പറയേ എന്ന് ചോദിക്കുകയാണ്. അതിന് അർജുൻ, സർ ഞാൻ ഇതുവരെ ഈ കേസ് ശരിയായി വെരിഫൈ ചെയ്തിട്ടില്ല. ഇപ്പോൾ
ഇപ്പോൾ തന്നെ ഓഫീസിൽ പോയി ഫോറൻസിക് റിപ്പോർട്ട് തയ്യാറാക്കി ഡീറ്റെയിൽസ് നിങ്ങളെ അറിയിക്കാം എന്ന് പറഞ്ഞ് അർജുൻ തൻ്റെ ഓഫീസിലേക്ക് പോയി കേസ് ഡീറ്റെയിൽസ് നോക്കുമ്പോഴാണ് നവ്യ അർജുന് മെസ്സേജ് അയക്കുന്നത്. പിന്നെ പറയണോ, അർജുൻ ഈ കേസ് മാറ്റിവെച്ച് നവ്യയുമായി ചാറ്റിംഗ് തുടങ്ങുന്നു. അങ്ങനെ കോൾ ചെയ്തും സംസാരിച്ചും രണ്ടുപേരും ദിവസം തോറും അടുക്കുകയും നല്ല ഫ്രണ്ട്സ് ആകുകയും ചെയ്യുന്നു. അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കടന്നു പോകുന്നുണ്ട്. ഒരു ദിവസം അർജുൻ നവ്യയോട് തൻ്റെ പ്രണയം തുറന്നു പറയാൻ തീരുമാനിക്കുന്നു. അങ്ങനെ നവ്യയെ കണ്ട് പ്രപ്പോസ് ചെയ്യുകയാണ്. അത് കേട്ട നവ്യ അർജുനോട് ദേഷ്യപ്പെടുന്നുണ്ട്. ഞാനിപ്പോൾ കമ്മീഷണറെ കണ്ടതേ ഉള്ളൂ, ഈ കേസിലെ കില്ലറെ എപ്പോഴോ പിടിച്ചതാണല്ലോ, എന്നിട്ട് നീ എന്തിനാണ് എന്നോട് കള്ളം പറഞ്ഞ് എന്നെ ഫോളോ ചെയ്യുകയും കാണുകയും ചെയ്തത് എന്ന് ചോദിക്കുകയാണ്. അതിന് അർജുൻ, ഇതാണ് സത്യം, നിന്നോട് ഇന്ന് പറയണമെന്ന് കരുതിയതാണ്. നിന്നെ എനിക്ക് ജീവനാണ്, അതുകൊണ്ടാണ് നിന്നെ കാണാനായി കള്ളം പറഞ്ഞത്, ഒന്ന് മനസ്സിലാക്ക്, ഐ ലവ് യു നവ്യ എന്ന് പറയാണ്. എന്നാൽ നവ്യ ദേഷ്യത്തോടെ അവിടെ നിന്ന് പോവുകയാണ്. അടുത്ത സീനിൽ നവ്യ അർജുനെ കുറിച്ച് ആലോചിക്കുന്നുണ്ട്. കാരണം സത്യത്തിൽ നവ്യയ്ക്കും അർജുനെ ഇഷ്ടമാണ്. അതുകൊണ്ട് അന്ന് രാത്രി തന്നെ നവ്യ അർജുനെ കണ്ട് തനിക്കും അർജുനെ ഇഷ്ടമാണെന്ന് പറയുന്നു. അത് കേട്ട് അർജുനും വളരെ ഹാപ്പി ആവുന്നുണ്ട്. പിന്നെ പറയണോ, അന്ന് മുതൽ ഇരുവരുടെയും റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്ത് ദിവസവും കണ്ടും സംസാരിച്ചും അവർ ഹാപ്പി ആയിരിക്കുകയാണ്. എന്നാൽ അർജുൻ കേസുകളുടെ തിരക്കിൽപ്പെട്ട് നവ്യയുമായി കൂടുതൽ സമയം ചെലവഴിക്കാൻ കഴിയാതെ എപ്പോഴും ഫോണിൽ സംസാരിച്ച് തിരക്കിലായിരിക്കും. അങ്ങനെ എപ്പോഴും ജോലി തിരക്കിലായിരിക്കുന്ന അർജുനെ കണ്ട് നവ്യയ്ക്ക് കുറച്ച് വിഷമം തോന്നുന്നു. അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കടന്നു പോകുന്നു. സെപ്റ്റംബർ 1, 2021 നവ്യ അർജുനെ തൻ്റെ ഫാമിലിക്ക് പരിചയപ്പെടുത്താനായി ഫാമിലിയിലെ എല്ലാവരോടും വീട്ടിലുണ്ടാകാൻ പറഞ്ഞ ശേഷം അർജുനെ തൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്. അങ്ങനെ നവ്യ അർജുനെ തൻ്റെ വീട്ടുകാർക്കെല്ലാം പരിചയപ്പെടുത്തുന്നു. എല്ലാവരും കൂടി അർജുനോടൊപ്പം ലഞ്ച് കഴിക്കാൻ തുടങ്ങുമ്പോഴാണ് അർജുന് ഒരു അർജന്റ് കോൾ വരുന്നത്. പതിവ് പോലെ അർജുൻ പുറത്തുപോയി തുടർച്ചയായി ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കുറെ നേരം വെയിറ്റ് ചെയ്തിട്ടും അർജുൻ ഫോണിൽ തന്നെ ബിസി ആയിരിക്കുന്നത് കണ്ട് നവ്യയുടെ അനിയത്തി അവളെ കളിയാക്കുന്നുണ്ട്. ചേച്ചി, അർജുൻ ചേട്ടൻ നിന്നേക്കാൾ കൂടുതൽ ഫോണിനെയാണ് സ്നേഹിക്കുന്നത് എന്ന് തോന്നുന്നു, അതാണ് ഫോണുമായി ഇത്ര നേരം ചെലവഴിക്കുന്നത് എന്ന് കളിയാക്കി പറയാണ്. അത് കേട്ട് നവ്യയ്ക്ക് വളരെ വിഷമാവുന്നുണ്ട്. അവൾ വീട്ടുകാരോട് കഴിക്കാൻ പറഞ്ഞിട്ട് അർജുൻ്റെ അടുത്തേക്ക് പോയി. നീ ഇത്ര ബിസിയാണെങ്കിൽ ഇങ്ങോട്ടേക്ക് വരാതിരിക്കാമായിരുന്നു, എൻ്റെ ഫാമിലിക്ക് മുന്നിൽ എൻ്റെ മാനം പോയി എന്ന് പറയാണ്. അതിന് അർജുൻ, നവ്യ, ഇതൊരു ഇമ്പോർട്ടൻ്റ് കോളാണ്, മനസ്സിലാക്ക്, വാ ഇപ്പോൾ നിന്റെ ഫാമിലിയോട് സംസാരിക്കാം എന്ന് പറയാണ്. അത് കേട്ട നവ്യ അവർ ഭയങ്കര നിരാശയിലാണ്. ഇപ്പോൾ വേണ്ട, നീ ഇവിടെ നിന്ന് പൊക്കോ എന്ന് ദേഷ്യത്തോടെ അവനെ പറഞ്ഞയക്കുന്നു. പിന്നീട് അർജുൻ നവ്യയോട് സോറി പറയാൻ പലതവണ വിളിക്കുന്നുണ്ടെങ്കിലും നവ്യ ദേഷ്യം കാരണം ഫോൺ എടുക്കുന്നില്ല. നവ്യയുടെ സങ്കടം കണ്ട് മാതാപിതാക്കൾ അവൾക്ക് ധൈര്യം നൽകുന്നുണ്ട്. അച്ഛാ, അർജുൻ അവൻ്റെ ജോലിയിൽ എപ്പോഴും തിരക്കിലാണ്, അവൻ എനിക്ക് ചേർന്ന ആളല്ലെന്ന് തോന്നുന്നു എന്ന് നവ്യ പറയാണ്. അതിന് മാതാപിതാക്കൾ പറയുന്നുണ്ട്, അതേ കാര്യം അവനെ നേരിട്ട് കണ്ട് സംസാരിച്ചാൽ പോരെ, അവൻ നിന്നെ സ്നേഹിക്കുന്നുണ്ടോ അതോ എന്താണ് കരുതുന്നതെന്ന് അറിയാമല്ലോ എന്ന് പറയാണ്. അത് കേട്ട് നവ്യ അർജുനെ വിളിച്ച് സംസാരിച്ച് അവനെ കാണുന്നു. നീ എപ്പോഴും നിന്റെ ജോലിയിൽ തിരക്കായിരിക്കുന്നത് കാണുമ്പോൾ നമ്മുടെ ഭാവിയെക്കുറിച്ച് എനിക്ക് ഭയം തോന്നുന്നുണ്ട് എന്നവൾ പറയാണ്. അതിന് അർജുൻ, നവ്യ, ഞാൻ നിന്നെ ജീവന് തുല്യം സ്നേഹിക്കുന്നു, അത് തെളിയിക്കാൻ ഞാൻ എന്ത് ചെയ്യണമെന്ന് നീ പറയും എന്ന് ചോദിക്കുകയാണ്. അതിന് നവ്യ, ഈ ജോലിയൊന്നും ഇല്ലാതെ നമ്മൾ 10 ദിവസത്തേക്ക് ഒരു ട്രിപ്പ് പോകണം, ഒരുമിച്ച് സമയം ചെലവഴിക്കണം, അപ്പോൾ നിന്റെ സ്നേഹം എന്താണെന്ന് എനിക്ക് മനസ്സിലാകും എന്ന് പറയാണ്. അർജുൻ അതിന് സമ്മതിക്കുന്നുണ്ട്. നവ്യ തൻ്റെ മാതാപിതാക്കളോടും ഇക്കാര്യം പറയുകയും നവ്യയിലുള്ള വിശ്വാസം കാരണം അവർ സമ്മതിക്കുകയും ചെയ്യുന്നു. സീൻ കട്ട് ചെയ്താൽ സ്റ്റോറി പ്രസന്റിലേക്ക് വരുന്നു. അങ്ങനെ അർജുനും നവ്യയും 10 ദിവസത്തെ ട്രിപ്പിന്റെ ഭാഗമായി ഒരു ഹിൽ സ്റ്റേഷനിൽ പോയി അവിടെ ഒരു ഹോട്ടലിൽ താമസിച്ച് ഫുള്ളായി എൻജോയ് ചെയ്യുന്നുണ്ട്. അർജുൻ തന്റെ സമയം മുഴുവൻ നവ്യയോടൊപ്പം ചെലവഴിക്കുന്നതിൽ നവ്യയ്ക്കും വളരെ സന്തോഷമാവുന്നു. അന്ന് രാത്രി ഇരുവരും തങ്ങളുടെ റൂമിൽ വെച്ച് ഇന്റിമേറ്റ് ആവുന്നു. പിറ്റേ ദിവസം രാവിലെ അർജുൻ നവ്യയോട്, ഇപ്പോഴെങ്കിലും എൻ്റെ കാര്യത്തിൽ വിശ്വാസം വന്നോ എന്ന് ചോദിക്കുകയാണ്. അതിന് നവ്യ, ഇവിടെ നിന്ന് പോയാൽ നീ വീണ്ടും നിന്റെ ജോലിയുടെ തിരക്കിൽ പെടുവോ എന്ന് ചോദിക്കുകയാണ്. അങ്ങനെയൊന്നുമില്ല, വേണമെങ്കിൽ നമ്മൾ ചെന്ന ഉടനെ നമ്മുടെ മാതാപിതാക്കളോട് സംസാരിച്ച് കല്യാണം കഴിക്കാം എന്ന് അർജുൻ പറയാണ്. അത് കേട്ട് നവ്യ വളരെ സന്തോഷിച്ച് വീട്ടിൽ ചെന്ന ഉടനെ ഈ കാര്യം ഞാൻ വീട്ടിൽ പറയാമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ അവർ അവിടെ നിന്ന് ജീപ്പിലേക്ക് വീട്ടിലേക്ക് പുറപ്പെടുന്നു. എന്നാൽ ഇവിടെയാണ് കിടിലൻ ട്വിസ്റ്റ്. അപ്പോഴാണ് നവ്യയുടെ ഫോണിലേക്ക് ഒരു വീഡിയോ മെസ്സേജ് വരുന്നത്. അത് കണ്ട നവ്യയുടെ കിളി പോയി. ദേഷ്യത്തോടെ അവൾ അർജുനെ ചീത്ത വിളിക്കുകയാണ്. അർജുൻ ഒന്നും മനസ്സിലാകാതെ എന്തു പറ്റിയെന്ന് ചോദിക്കുമ്പോൾ നവ്യ തനിക്ക് വന്ന വീഡിയോ കാണിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ രാത്രി അർജുനും നവ്യയും ഇന്റിമേറ്റ് ആയതെല്ലാം ആരോ വീഡിയോ റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നവ്യ ദേഷ്യത്തോടെ നമ്മുടെ പേഴ്സണൽ വീഡിയോ എന്തിനു റെക്കോർഡ് ചെയ്തു എന്ന് ചോദിക്കുകയാണ്. അതിന് അർജുൻ, ഞാൻ ഒരു വീഡിയോ റെക്കോർഡ് ചെയ്തിട്ടില്ല, ഞാനും നിന്റെ കൂടെ തന്നെ അല്ലായിരുന്നോ, നീ ടെൻഷൻ അടിക്കരുത്, ഈ വീഡിയോ അയച്ചവനെ ഞാൻ വെറുതെ വിടില്ല എന്ന് ധൈര്യം കൊടുക്കുന്നുണ്ട്. അപ്പോഴേക്കും അൺനോൺ നമ്പറിൽ നിന്നും വീഡിയോ അയച്ച വ്യക്തി നവ്യയെ വിളിക്കുന്നു. അർജുൻ കോൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. ഇവിടെ ട്വിസ്റ്റ് എന്താണെന്ന് വെച്ചാൽ ആ വീഡിയോ അയച്ച വ്യക്തി മറ്റാരുമല്ല, മൂവി സ്റ്റാർട്ടിങ്ങിൽ കാണിച്ച ആര്യ തന്നെയാണ്. ആര്യ അർജുനോട് പറയുന്നുണ്ട്, നിങ്ങളുടെ പ്രൈവറ്റ് വീഡിയോ റെക്കോർഡ് ചെയ്തത് ഞാനാണ്, 24 മണിക്കൂറിനുള്ളിൽ എനിക്ക് 4 കോടി രൂപ തരണം, ഇല്ലെങ്കിൽ നിങ്ങളുടെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലാകും. ഓവർ സ്മാർട്ടായി ചിന്തിച്ച് എന്നെ പിടിക്കാൻ നോക്കരുത്, നിങ്ങൾക്ക് എന്നെ പിടിക്കാൻ കഴിയില്ല, നിങ്ങൾക്ക് 24 മണിക്കൂർ മാത്രമേ സമയമുള്ളൂ എന്ന് വാർണിംഗ് കൊടുത്ത് കോൾ കട്ട് ചെയ്യുന്നു. അർജുൻ നല്ലപോലെ ആലോചിച്ച ശേഷം ഉടനെ തന്റെ പോലീസ് ഫ്രണ്ട് സാഗറിനെ വിളിച്ച് ആ നമ്പർ നൽകി ലൊക്കേഷൻ ട്രേസ് ചെയ്യാൻ പറയുന്നു. സാഗർ ലൊക്കേഷൻ പറഞ്ഞു കൊടുക്കുകയും അർജുൻ ആ അഡ്രസ്സിലേക്ക് പോവുകയും ചെയ്യുന്നു. എന്നാൽ അവിടെ ആരും ഉണ്ടായിരുന്നില്ല. ഗോപാൽ എന്ന വ്യക്തിയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്.
യഥാർത്ഥത്തിൽ ആ വ്യക്തിയുടെ പേരിലായിരിക്കും സിം കാർഡ് എടുത്തിരിക്കുന്നത്. അയാളോട് സംസാരിച്ചപ്പോൾ ആ സിം 6 മാസം മുമ്പേ സ്റ്റോപ്പ് ആയതാണെന്ന് മനസ്സിലാകുന്നു. അഡ്രസ്സ് ഫേക്ക് ആണെന്ന് മനസ്സിലായ അർജുൻ നവിയുടെ അടുത്ത് വന്ന് കാര്യം പറയാണ്. അവനെ പിടിക്കാനുള്ള സമയം നമുക്കില്ല, അവൻ ചോദിച്ച പണം അറേഞ്ച് ചെയ്ത് ആ വീഡിയോ വാങ്ങുകയല്ലാതെ നമുക്ക് വേറെ വഴിയില്ല എന്ന് പറഞ്ഞ് പണം എങ്ങനെ ഉണ്ടാക്കാം എന്ന ആലോചനയിലാവുന്നു. അങ്ങനെ അർജുൻ വളരെ കഷ്ടപ്പെട്ട് ഫ്രണ്ട്സ് വഴി 2 കോടി രൂപ അറേഞ്ച് ചെയ്യുന്നു. അപ്പോഴേക്കും ആര്യ ഫോൺ ചെയ്ത് പണം റെഡിയായോ എന്ന് ചോദിക്കുന്നുണ്ട്. അതിന് അർജുൻ 2 കോടി രൂപ മാത്രമേ അറേഞ്ച് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ, എനിക്ക് കുറച്ചും കൂടി സമയം തന്നാൽ ബാക്കി 2 കോടി രൂപ അറേഞ്ച് ചെയ്യാം എന്ന് പറയാണ്. അതിന് ആര്യ, നിനക്ക് കുറച്ച് സമയം കൂടി തന്നാൽ എന്നെ പിടിക്കാൻ നീ പ്ലാൻ ഇടും, നിന്നെക്കുറിച്ച് എനിക്ക് നന്നായിട്ട് അറിയാം. 3 മാസം മുമ്പ് എനിക്കൊരു ഗിഫ്റ്റ് തന്നില്ലേ, അതിന് ഞാനും ഒരു റിട്ടേൺ ഗിഫ്റ്റ് തരണ്ടേ? 4 കോടി രൂപ തന്നില്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ നിങ്ങളുടെ വീഡിയോ വൈറലാകും എന്ന് പറയാണ്. അത് കേട്ട നവ്യ, 2 കോടി രൂപ മാത്രമേ ഞങ്ങൾക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ, പ്ലീസ് ഞങ്ങൾക്ക് വേറെ വഴി എന്തെങ്കിലും ഓപ്ഷൻ താ എന്ന് പറയാണ്. അതിന് ആര്യ, എങ്കിൽ ആ 2 കോടി രൂപയുമായി നീ ഒറ്റയ്ക്ക് എൻ്റെ അടുത്തേക്ക് വരണം എന്ന് പറയാണ്. അത് കേട്ട അർജുന് നവ്യ അവൻ എന്തിനാണ് വിളിക്കുന്നതെന്ന് മനസ്സിലാകാതെ ആര്യയോട് ദേഷ്യപ്പെടുന്നു. അതിന് ആര്യ, നവ്യ ചോദിച്ചുകൊണ്ടല്ലേ ഓപ്ഷൻ കൊടുത്തത്, ഇനി നിങ്ങളുടെ ഇഷ്ടം, സമയത്തിനുള്ളിൽ പണം തന്നില്ലെങ്കിൽ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകും എന്ന് പറയാണ്. നന്നായി ആലോചിച്ച നവ്യ ആ വീഡിയോ വൈറലായാൽ തന്നോടൊപ്പം തന്നെ കുടുംബത്തിന്റെ മാനവും പോകുമെന്ന് ഭയന്ന് വേറെ വഴിയില്ലാതെ ആര്യയുടെ അടുത്തേക്ക് താൻ വരാം എന്ന് പറയാണ്. അത് കേട്ട അർജുൻ ഷോക്കായി. വേണ്ട എന്ന് എത്ര പറഞ്ഞിട്ടും അവൾ കേൾക്കുന്നില്ല. അർജുൻ ദേഷ്യത്തിൽ നവ്യയോട്, നീ അവന്റെ അടുത്തേക്ക് പോയാൽ പിന്നെ നിന്നോട് ഞാൻ സംസാരിക്കില്ല എന്ന് പറഞ്ഞ് ബ്രേക്കപ്പ് ചെയ്ത് അവിടെ നിന്ന് പോകുന്നു. നവ്യ സങ്കടത്തോടെ എവിടേക്കാണ് വരേണ്ടത് എന്ന് ആര്യയോട് ചോദിക്കുകയാണ്. ലൊക്കേഷൻ ഷെയർ ചെയ്തപ്പോൾ നവ്യ പണവുമായി ആര്യ പറഞ്ഞ സ്ഥലത്തേക്ക് പോവുകയാണ്. നവ്യയെ കണ്ട ആര്യ അവളോട് അടുത്ത് പെരുമാറാനും ഫോഴ്സ് ചെയ്ത് ഇന്റിമേറ്റ് ആകാനും ശ്രമിക്കുന്നു. ഇവിടെയാണ് ട്വിസ്റ്റ്. അപ്പോഴേക്കും അർജുൻ അവിടെ വന്ന് ആര്യയെ നന്നായി ഇടിക്കുന്നു. യഥാർത്ഥത്തിൽ ആര്യയെ വിശ്വസിപ്പിച്ച് ട്രാപ്പിലാക്കാൻ വേണ്ടിയാണ് അർജുനും നവ്യയും ബ്രേക്കപ്പ് നാടകം കളിച്ചത്. അർജുൻ ദേഷ്യത്തിൽ ആര്യയെ ക്രൂരമായി മർദ്ദിക്കുന്നു. അതിൽ ആര്യ ബോധം കെട്ട് വീഴുന്നുണ്ട്. അർജുനും നവ്യയും ആര്യയുടെ റൂമിലേക്ക് പോയി അവിടെയുള്ള ലാപ്ടോപ്പും പെൻഡ്രൈവും എടുത്ത് അവിടെ നിന്ന് പോകാൻ തുടങ്ങുമ്പോൾ അർജുന് സംശയം തോന്നി ആര്യയെ ചെക്ക് ചെയ്യുന്നു. അപ്പോഴാണ് അവൻ മരിച്ചുപോയെന്ന് മനസ്സിലാകുന്നത്. അതോടെ രണ്ടുപേരും ഷോക്കാവുന്നു. നന്നായി ആലോചിച്ച അർജുൻ ഈ കേസിൽ നിന്നും എങ്ങനെയെങ്കിലും രക്ഷപ്പെടണമെന്ന് കരുതി അവനൊരു ഫോറൻസിക് എക്സ്പെർട്ട് ആയതുകൊണ്ട് അവിടെയുള്ള തെളിവുകളെല്ലാം ക്ലീൻ ചെയ്ത് നവ്യയും കൂട്ടി അവിടെ നിന്ന് പോവുകയാണ്. നവ്യയാണെങ്കിൽ നടന്ന കാര്യങ്ങൾ ആലോചിച്ച് നമ്മൾ കാരണം ഒരാൾ മരിച്ചല്ലോ എന്ന് പറഞ്ഞ് ഭയപ്പെടുകയാണ്. അർജുൻ അവളോട് പറയുന്നുണ്ട്, അവൻ ഒരു ക്രിമിനലാണ്, അവനെ നമ്മൾ പോലീസിൽ ഏൽപ്പിച്ചിരുന്നെങ്കിൽ പോലും അവൻ ചെയ്ത തെറ്റിന് ഇതേ ശിക്ഷ കിട്ടുമായിരുന്നു. ശരി, എന്തു തന്നെയായാലും ഇപ്പോൾ നമ്മുടെ പ്രശ്നം സോൾവ് ആയല്ലോ, നീ നടന്നതെല്ലാം മറന്നേക്ക് എന്ന് പറഞ്ഞ് ധൈര്യം കൊടുക്കുന്നു. അങ്ങനെ നവ്യ നോർമൽ ആവുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും കാറിൽ അവിടെ നിന്ന് സന്തോഷത്തോടെ പോകുമ്പോൾ ഇവിടെയാണ് കിടിലൻ ട്വിസ്റ്റ്. അപ്പോഴേക്കും അവർക്കൊരു അപരിചിതൻ ഫോൺ ചെയ്ത്, എന്താ അർജുൻ, കൊലപാതകം ചെയ്ത് രക്ഷപ്പെട്ടു എന്ന് കരുതി സന്തോഷിച്ചിരിക്കുകയാണോ എന്ന് ചോദിക്കുകയാണ്. അത് കേട്ട് അർജുൻ ഷോക്കായി, ആരാടാ നീ എന്ന് ചോദിക്കുകയാണ്. അതിന് ആ വ്യക്തി, നീ ഒരുത്തിനെ അടിച്ചു കൊന്നില്ലേ, അതിന്റെ ദൃക്സാക്ഷിയാണ് ഞാൻ എന്ന് പറഞ്ഞ് അർജുൻ ആര്യ അടിക്കുന്നതും അവൻ മരിക്കുന്നതും ശേഷം തെളിവുകൾ ഇല്ലാതാക്കാൻ അർജുനും നവ്യയും ചേർന്ന് ക്ലീൻ ചെയ്യുന്നതുമെല്ലാം റെക്കോർഡ് ചെയ്ത വീഡിയോ അവർക്ക് അയക്കുന്നു. അത് കണ്ട അർജുനും നവ്യയും ഞെട്ടിപ്പോവാണ്. ഒരു പ്രശ്നത്തിൽ നിന്ന് രക്ഷപ്പെട്ടു എന്ന് കരുതിയപ്പോൾ മറ്റൊരു പ്രശ്നത്തിൽ കുടുങ്ങിയല്ലോ എന്ന് അവർ ടെൻഷൻ ആവുന്നു. ഇവിടെ മറ്റൊരു ട്വിസ്റ്റ് എന്താണെന്ന് വെച്ചാൽ അവർക്ക് കോൾ ചെയ്തത് മറ്റാരുമല്ല, ആ ആര്യ തന്നെയാണ്. അതായത് ആര്യ മരിച്ചിട്ടില്ലെന്ന് മനസ്സിലാവുന്നു. അർജുൻ അവനോട്, ആരാടാ നീ, നിനക്ക് എന്ത് വേണം എന്ന് ചോദിക്കുകയാണ്. അതിന് ആര്യ, ഞാൻ ആരാണെന്ന് പറഞ്ഞാൽ അവനെ പോലെ എന്നെയും പ്ലാൻ ചെയ്ത് കൊല്ലാനാണോ? ഞാൻ ആരാണെന്ന് നിനക്ക് അറിയേണ്ട ആവശ്യമില്ല, ഞാൻ പറയുന്നത് നിങ്ങൾ ചെയ്താൽ മതി, എന്ത് ചെയ്യണമെന്ന് വൈകുന്നേരം വിളിച്ച് പറയാം, അതുവരെ അവിടെ അടുത്തുള്ള ഹോട്ടലിൽ നിന്റെ പേരിൽ റൂം ബുക്ക് ചെയ്തിട്ടുണ്ട്, അവിടെ റെസ്റ്റ് എടുക്കുക എന്ന് പറയുന്നു. അർജുനും നവ്യയും ഹോട്ടലിൽ പോയി സ്റ്റേ ചെയ്യുന്നുണ്ട്. ഇതെല്ലാം കണ്ട് നവ്യ അർജുനോട്, ഇങ്ങനെ ഒരു ദിവസം വരുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല എന്ന് പറഞ്ഞ് ഇമോഷണൽ ആവുന്നു. എല്ലാവരുടെയും ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരും, അതിനെ നേരിട്ട് മുന്നോട്ട് പോകണം എന്ന് അർജുൻ അവളെ ആശ്വസിപ്പിക്കുന്നു. അന്ന് വൈകുന്നേരം ആര്യ അർജുനെ വിളിച്ച്, നോക്ക് അർജുൻ, നീ നിന്റെ പ്രശ്നത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരാളെ കൊന്നില്ലേ, എനിക്കും അതുപോലൊരു പ്രശ്നമുണ്ട്, എനിക്ക് ആ പ്രശ്നത്തിൽ നിന്ന് പുറത്തു കിടക്കണമെങ്കിൽ ഒരാളെ കൊല്ലണം, പക്ഷെ അയാളെ നീ വേണം കൊല്ലാൻ, കാരണം നീയാണെങ്കിൽ ആ വ്യക്തിയെ കൊന്നാലും നിന്റെ ഫോറൻസിക് ബുദ്ധി ഉപയോഗിച്ച് തെളിവുകളെല്ലാം മായ്ക്കാൻ കഴിയും എന്ന് പറയാണ്. അത് കേട്ട അർജുൻ അത് ചെയ്യാൻ കഴിയില്ലെന്ന് പറയാണ്. എന്നാൽ ആര്യ, ആ വീഡിയോ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്താൽ നിന്നോടൊപ്പം നിന്റെ ഗേൾ ഫ്രണ്ടും പ്രശ്നത്തിൽ കുടുങ്ങും, രണ്ടുപേരുടെയും ജീവിതം നശിക്കും, ആലോചിച്ചോ എന്ന് ഭീഷണിപ്പെടുത്തുന്നുണ്ട്. അത് കേട്ട അർജുൻ താൻ ചെയ്യാൻ പോകുന്നത് തെറ്റാണെന്ന് അറിയാമെങ്കിലും തങ്ങൾക്ക് പ്രശ്നത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേറെ വഴിയില്ലാത്തതുകൊണ്ട് ആര്യ പറഞ്ഞതിന് സമ്മതിക്കുകയാണ്. ആര്യ അവനോട്, നാളെ രാവിലെ നിന്റെ ഗേൾ ഫ്രണ്ടിനോട് ഒരു സ്ഥലത്ത് നിൽക്കാൻ പറയണം, അവളെ പിക്ക് ചെയ്യാൻ ഒരുത്തം വരും, നവ്യ ആരാണോ പിക്ക് ചെയ്ത് കൊണ്ടുപോകുന്നത് അവനെ നീ കൊല്ലണം എന്ന് പറയാണ്. സീൻ കട്ട് ചെയ്താൽ പിറ്റേ ദിവസം രാവിലെ നവ്യ ഒരു സ്ഥലത്ത് വെയിറ്റ് ചെയ്യുമ്പോൾ ഭരത് എന്ന വ്യക്തി കാറിൽ വന്ന് നവ്യയോട് സംസാരിച്ച് അവളെ കാറിൽ കയറ്റി കൊണ്ടുപോകുന്നു. അപ്പോൾ ആര്യ ഭരത്തിനെ വിളിച്ച്, നവ്യ പിക്ക് ചെയ്തോ എന്ന് ചോദിക്കുകയാണ്. പിക്ക് ചെയ്തെന്നും കുറച്ച് സമയത്തിനുള്ളിൽ നീ പറഞ്ഞ സ്ഥലത്ത് എത്തിക്കാമെന്നും ഭരത് പറയുന്നുണ്ട്. എന്നാൽ നവ്യ കണ്ട ഭരത് ആര്യയുടെ അടുത്തേക്ക് കൊണ്ടുപോകുന്നതിന് മുമ്പ്
തനിക്ക് നവ്യയുമായി എൻജോയ് ചെയ്യണമെന്ന് കരുതി ആര്യ പറഞ്ഞ ഹോട്ടലിലേക്ക് പോകാതെ മറ്റൊരു റിസോർട്ടിലേക്ക് വഴി തിരിച്ചു വിടുന്നു. അത് ശ്രദ്ധിച്ച നവ്യ ഷോക്കായി അതേ കാര്യം അർജുന് മെസ്സേജ് ചെയ്ത് ലൈവ് ലൊക്കേഷൻ ഷെയർ ചെയ്യുന്നു. അത് ശ്രദ്ധിച്ച ഭരത് ആകട്ടെ നവ്യയുടെ ഫോൺ വാങ്ങി സ്വിച്ച് ഓഫ് ചെയ്യുന്നു. അതോടെ അർജുൻ നവ്യയുടെ ലൊക്കേഷൻ ഫോളോ ചെയ്ത് പോകുന്നുണ്ടെങ്കിലും ഭരത് ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തതുകൊണ്ട് അർജുൻ ഒരു സ്ഥലത്തെത്തിയപ്പോൾ അവിടെ 2 വഴികൾ കണ്ട് എങ്ങോട്ട് പോകണമെന്നറിയാതെ കൺഫ്യൂഷനിലായി നിൽക്കുകയാണ്. എന്നാൽ അവിടെ ഒരു വഴിയിലൂടെ അപ്പോൾ വാഹനം പോയ ടയർ പാടുകൾ കണ്ട് അവൻ ആ വഴിയിലൂടെ പോവാണ്. മറുവശത്ത് ഭരത് നവ്യയെ ബ്ലൂ മൂൺ വില്ലാസിലേക്ക് കൊണ്ടുപോയി നവ്യയോട് അടുത്ത് പെരുമാറുകയും അവളെ ഹഗ് ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. നവ്യ എന്ത് ചെയ്യണമെന്ന് അറിയാതെ വാഷ്റൂമിൽ പോയി വരാമെന്ന് പറഞ്ഞ് ബാത്റൂമിൽ കയറാണ്. താനിപ്പോൾ ഉള്ള ലൊക്കേഷൻ അർജുനെ എങ്ങനെ അറിയിക്കുമെന്ന് ആലോചിച്ച് തൻ്റെ കയ്യിലുള്ള സ്മാർട്ട് വാച്ച് കണ്ട് അതിൽ ലൈവ് ലൊക്കേഷൻ ഓൺ ചെയ്യുന്നു. അങ്ങനെ അർജുന് നവ്യയുടെ ലൊക്കേഷൻ കിട്ടുകയും ഉടൻ അവിടേക്ക് പുറപ്പെടുകയും ചെയ്യുന്നുണ്ട്. നവ്യ വാഷ്റൂമിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ ഭരത് അവളോട് അടുത്ത് ബലമായി ഇന്റിമേറ്റ് ആകാൻ ശ്രമിക്കുന്നുണ്ട്. അതേസമയത്ത് അർജുൻ അവിടെ എത്തി നവ്യയെ റൂമിൽ നിന്ന് പുറത്തേക്ക് അയക്കുന്നു. ശേഷം ഭരത്തിനെ ആക്രമിക്കുകയും ഫ്രിഡ്ജിലെ ഐസ് കട്ടയെടുത്ത് ഭരത്തിന്റെ വയറ്റിൽ കുത്തുകയും അവിടെ ഉണ്ടായിരുന്ന കയറ് പോലെയുള്ള വസ്തു ഉപയോഗിച്ച് കഴുത്ത് ഞെരിച്ച് കൊല്ലുകയും ചെയ്യുന്നു. ഡെഡ് ബോഡി കാറിന്റെ ഡിക്കിയിൽ വെച്ച് റൂമിൽ തെളിവുകളൊന്നും അവശേഷിപ്പിക്കാതെ എല്ലാം ക്ലീൻ ചെയ്യുന്നു. ഭരത്തിന്റെ ഡെഡ് ബോഡി ഒരിടത്ത് ഉപേക്ഷിച്ച ശേഷം അവിടെ അടുത്തുള്ള മറ്റൊരു റിസോർട്ടിൽ പോയി സ്റ്റേ ചെയ്യുന്നു. അടുത്ത സീനിൽ കമ്മീഷണർ അർജുനെ വിളിച്ചിട്ട് അർജുൻ, നീ ഗേൾഫ്രണ്ടിനൊപ്പം വെക്കേഷനിലാണെന്ന് അറിഞ്ഞു. എന്നാൽ നിന്നെ കൊണ്ട് ഒരു എമർജൻസി ആവശ്യമുണ്ട്. നീ ഉള്ള റിസോർട്ടിന് അടുത്തായി ഒരു കൊലപാതകം നടന്നിട്ടുണ്ട്. ഈ കേസ് CA സുരേന്ദ്രയാണ് ടേക്കപ്പ് ചെയ്തിരിക്കുന്നത്. അദ്ദേഹം ഏറ്റെടുത്ത ഒരു കേസും ഇതേവരെ പെൻഡിങ്ങിൽ വെച്ചിട്ടില്ല. അതുകൊണ്ട് ഈ കേസും വേഗത്തിൽ സോൾവ് ചെയ്യണമെന്ന് അദ്ദേഹത്തിന് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് നീ പോയി അദ്ദേഹത്തെ കണ്ട് ഈ കേസിൽ സഹായിക്കണം. ക്രൈം സ്പോട്ടിൽ നിന്ന് തെളിവുകൾ ശേഖരിച്ച് നൽകണം എന്ന് പറയാണ്. അത് കേട്ട അർജുന് താൻ ചെയ്ത കൊലപാതകത്തെ കുറിച്ചിട്ടാണ് പറയുന്നതെന്ന് മനസ്സിലാക്കി ആദ്യം നോ പറയുന്നു. എന്നാൽ കമ്മീഷണർ നിർബന്ധിച്ചപ്പോൾ സമ്മതിക്കേണ്ടി വരികയാണ്. മറുവശത്ത് CA സുരേന്ദ്ര ക്രൈം സ്പോട്ടിൽ വന്ന് ഡെഡ് ബോഡി കണ്ട് തെളിവുകൾക്കായി പരിശോധിക്കുമ്പോൾ അർജുനും അവിടെ എത്തി CAയെ കാണുന്നു. ഈ ഡെഡ് ബോഡി കണ്ടിട്ട് ഏതോ വഴക്കിനിടയിൽ നടന്ന കൊലപാതകമാണെന്ന് തോന്നുന്നു. ഇവിടെ തെളിവുകളൊന്നും കിട്ടിയിട്ടില്ല. ഇവിടെയുള്ള വാഹനത്തിന്റെ ടയർ പാടുകൾ കണ്ടിട്ട് ഇവിടെ അടുത്തുള്ള വില്ലയിൽ നിന്നാണ് ആ വാഹനം വന്നതെന്ന് മനസ്സിലാവുന്നു. ഈ കൊലപാതകം കൃത്യമായ പ്ലാനോടെ നടന്നതാണെന്ന് തോന്നുകയാണ് എന്ന് പറയുന്നുണ്ട്. ശേഷം രണ്ടുപേരും ആ റിസോർട്ടിൽ പോയി ആ റൂം മുഴുവൻ പരിശോധിക്കുന്നു. കൊലപാതകം എങ്ങനെ നടന്നുവെന്ന് അർജുൻ CAയ്ക്ക് കൃത്യമായി വിശദീകരിച്ചു കൊടുക്കുന്നു. കാരണം കൊലപാതകം ചെയ്തത് അർജുൻ തന്നെയാണല്ലോ. അർജുൻ പറയുന്നത് കേട്ട CA ആ കൊലപാതകം അർജുൻ അടുത്തു നിന്ന് കണ്ടതുപോലെ ഇത്ര കൃത്യമായി പറയുന്നതിൽ അത്ഭുതപ്പെടുന്നു. അങ്ങനെ അർജുൻ CAയോട് സംസാരിച്ച് തിരികെ തങ്ങളുടെ റിസോർട്ടിലേക്ക് വരുന്നു. അപ്പോഴേക്കും ആര്യ അർജുനെ വിളിക്കുന്നുണ്ട്. അർജുൻ, ഞങ്ങളുടെ വീഡിയോസ് താ, നീ പറഞ്ഞതുപോലെ ചെയ്തുവല്ലോ എന്ന് പറയാണ്. അതിന് ആര്യ, നിന്റെ ജോലി ഇതുവരെ പൂർത്തിയാക്കിയിട്ടില്ല, അവസാനമായി നീ ഒരാളെ കൂടി കൊല്ലണം എന്ന് പറയാണ്. അർജുന് വല്ലാതെ ദേഷ്യം വന്ന്, നീ എന്ത് വേണമെങ്കിലും ചെയ്തോ, വേണമെങ്കിൽ ഞാൻ തന്നെ പോലീസിൽ പോയി നടന്നതെല്ലാം പറഞ്ഞ് സറണ്ടർ ആകും എന്ന് പറയുന്നു. അത് കേട്ട ആര്യ, അർജുൻ ആവേശപ്പെടാതെ കൂളായി ആലോചിക്ക്, നീ പോയി സറണ്ടർ ആയാൽ ഞാൻ ആ വീഡിയോസ് പോലീസിന് കൊടുക്കും. അപ്പോൾ ആ ക്രൈമിൽ നിന്നെ സഹായിച്ച നിന്റെ ഗേൾ ഫ്രണ്ടും നിന്റെ കൂടെ ഈ കേസിൽ കൊടുക്കും. പാപം, നിന്റെ ആവേശം കാരണം അവളെ കൂടി കഷ്ടപ്പെടുത്തണോ? അതുകൊണ്ട് ഞാൻ പറയുന്ന ഒരു കാര്യം കൂടി ചെയ്യേ, നിങ്ങളുടെ വീഡിയോസ് നിങ്ങൾക്ക് തരാം എന്ന് പറയുന്നതോടെ നവ്യയെ ഓർത്ത് അർജുൻ സമ്മതിക്കുന്നുണ്ട്. ആര്യ അവനോട്, ഇന്ന് വൈകുന്നേരം ഞാൻ പറയുന്ന പബ്ബിൽ പോയി ഞാൻ പറയുന്ന വ്യക്തിക്ക് ഒരു ഡ്രഗ് ഇഞ്ചക്ഷൻ കൊടുത്താൽ മതി. ആ ഇഞ്ചക്ഷൻ കൊണ്ട് അവൻ മരിക്കില്ല, എന്നാൽ അവന്റെ ശരീരഭാഗങ്ങൾ ഒന്നും പ്രവർത്തിക്കില്ല, തലച്ചോറ് മാത്രമേ പ്രവർത്തിക്കൂ എന്ന് പറയാണ്. സീൻ കട്ട് ചെയ്താൽ അന്ന് രാത്രി അർജുൻ ആര്യ പറഞ്ഞ പബ്ബിൽ പോയി ആര്യയെ വിളിച്ച് ടാർഗറ്റ് ആരാണെന്ന് ചോദിക്കുന്നു. ആര്യ ആ വ്യക്തിയുടെ ഫോട്ടോ അയക്കുന്നുണ്ട്. അത് മറ്റാരുമല്ല, ആര്യയുടെ ഫ്രണ്ടായ ശിവയാണ്. അവിടെ ഒരു ടേബിളിൽ ആര്യയുടെ ഫ്രണ്ട്സായ ശിവയും തനുജും ഡ്രിങ്ക്സ് കഴിച്ച് സംസാരിക്കുന്നുണ്ടായിരുന്നു. അർജുൻ അവരെ തന്നെ ശ്രദ്ധിക്കുകയാണ്. യഥാർത്ഥത്തിൽ ആര്യ എന്തിനാണ് തന്റെ ഫ്രണ്ട്സിനെ കൊല്ലുന്നത് എന്നത് കഥ മുന്നോട്ട് പോകുമ്പോൾ മനസ്സിലാവും. അപ്പോഴേക്കും തനുജിന് ഗേൾഫ്രണ്ട് ഫോൺ ചെയ്തുകൊണ്ട് ശിവയുടെ റൂമിലേക്ക് പൊക്കാളം പറഞ്ഞ് താൻ പിന്നെ വരാമെന്ന് പറഞ്ഞ് തനുജ് പോവുകയാണ്. ശിവ ലഹരിയിൽ നടന്ന് തന്റെ റൂമിലേക്ക് പോകുമ്പോൾ അർജുൻ അവിടെ പിന്തുടർന്ന് റൂമിൽ കയറി ബലമായി അവന് ഡ്രഗ് ഇഞ്ചക്ഷൻ നൽകി അവിടെ നിന്ന് പോവുകയാണ്. അപ്പോഴേക്കും ശിവ നന്നായി മദ്യപിച്ചിരുന്നത് കൊണ്ട് ഓവർഡോസായി അവൻ മരിക്കുകയാണ്. പിന്നീട് ഈ വിവരം അറിഞ്ഞ CA ക്രൈം സ്പോട്ടിലെത്തി ശിവയുടെ ഡെഡ് ബോഡി കാണുകയും അവിടെ ഉണ്ടായിരുന്ന തനുജിനോട് ചോദിച്ച് വിവരങ്ങൾ അറിയിക്കുകയും ചെയ്യുന്നു. ശേഷം CA അർജുനെ വിളിച്ച് ഈ കൊലപാതകത്തെക്കുറിച്ച് പറഞ്ഞ് ഇത്തവണ കില്ലർ ഒരു തെളിവ് ബാക്കി വെച്ചിട്ടുണ്ട്, ഉടനെ വാ എന്ന് പറയാണ്. അത് കേട്ട് അർജുൻ ഞെട്ടി ഉടനെ ക്രൈം സ്പോട്ടിൽ എത്തുകയാണ്. അവിടെ CCTV ഫുട്ടേജിൽ അർജുൻ ശിവയുടെ റൂമിലേക്ക് പോകുന്നത് റെക്കോർഡായിട്ടുണ്ടായിരുന്നു. എന്നാൽ മുഖം കാണാത്ത വിധം ക്യാബ് വെച്ചിരുന്നത് കൊണ്ട് കില്ലർ ആരാണെന്ന് CAയ്ക്ക് മനസ്സിലാകുന്നില്ല. അത് കണ്ട അർജുൻ ആശ്വാസത്തോടെ CAയോട് സംസാരിച്ച് അവിടെ നിന്ന് പോവാണ്. ശേഷം അർജുനും നവ്യയും ഒരുമിച്ച് സമയം ചെലവഴിക്കാൻ സിറ്റിയിൽ നിന്ന് ദൂരെയുള്ള ഒരു ഹോട്ടലിൽ പോയി താമസിക്കുകയാണ്. അന്ന് വൈകുന്നേരം ആര്യ അർജുനെ വിളിച്ചിട്ട്, എൻ്റെ ലക്ഷ്യം നേടാൻ നീ ഒരു കാര്യം കൂടി ചെയ്തു തരണം, ഒരാളെ കൊല്ലണം, അതാണ് എൻ്റെ അവസാനത്തെ ടാർഗറ്റ് എന്ന് പറയാണ്. അത് കേട്ട അർജുന് വല്ലാതെ ദേഷ്യം വന്ന് ആര്യയോട് ചൂടാവുന്നുണ്ട്. അത് കേട്ട ആര്യ, ശരി, ഇനി നിന്നെ ടെൻഷൻ അടിപ്പിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല, നാളെ ഞാൻ പറയുന്ന ലൊക്കേഷനിലേക്ക് വാ, നിന്റെ പ്രൂഫ് എടുത്തുകൊണ്ട് പൊക്കോ എന്ന് പറയാണ്.
അർജുൻ ആ കാര്യം നവ്യയോട് പറയുന്നു. ശരിക്കും ഈ അൺനോൺ പേഴ്സൺ ആരാണ്? എന്നെ കൊണ്ട് എന്തിനാണ് ഈ കൊലപാതകങ്ങളൊക്കെ ചെയ്യിക്കുന്നത്? പണം ഡിമാൻഡ് ചെയ്യുന്നില്ല, അതുകൊണ്ട് അവന്റെ ലക്ഷ്യം പക്ക റിവഞ്ച് ആയിരിക്കണം. ആദ്യം ബ്ലാക്ക് മെയിലർ മരിച്ചപ്പോൾ ആ സ്പോട്ടിൽ ഇവൻ എന്തിനു വന്നു? ഒരുപക്ഷെ ആ മരിച്ചവന്റെ ഫ്രണ്ട് ആയിരിക്കോ? ഫ്രണ്ടാണെങ്കിൽ എന്നെ കൊന്നല്ലേ പ്രതികാരം തീർക്കേണ്ടത്, പിന്നെ എന്തിനാണ് മറ്റൊരാളെ കൊല്ലാൻ ടാർഗറ്റ് തരുന്നത് എന്ന് അർജുൻ ആലോചിക്കുകയാണ്. ഇതുവരെ താൻ കാരണം മരിച്ചവരുടെ ഡെഡ് ബോഡി ഫോട്ടോസ് എല്ലാം ചെക്ക് ചെയ്തപ്പോൾ അവരുടെ എല്ലാവരുടെയും കൈകളിൽ ഒരേ തരത്തിലുള്ള ടാറ്റു ഉണ്ടെന്ന് അവൻ ശ്രദ്ധിക്കുന്നു. അതുകൊണ്ട് നന്നായി ആലോചിച്ച് ഇതിന് പിന്നിൽ ആരാണെന്ന് കണ്ടുപിടിക്കണമെങ്കിൽ അവന്റെ അടുത്ത ടാർഗറ്റിനെ പിടിച്ച് സത്യം അറിഞ്ഞാൽ മതിയെന്ന് തീരുമാനിക്കുന്നു. ഉടനെ ആര്യയെ വിളിച്ച് നിന്റെ ലക്ഷ്യം നേടാൻ അടുത്ത ടാർഗറ്റ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ, ശരി അവനെ ഞാൻ തന്നെ കൊല്ലാം, അവന്റെ കയ്യിൽ ആ പ്രൂഫ്സ് കൊടുത്ത് എൻ്റെ അടുത്തേക്ക് അയക്ക് എന്ന് പറയാണ്. അതിന് ആര്യയും ഓക്കെ പറയുന്നുണ്ട്. സീൻ കട്ട് ചെയ്താൽ മറുവശത്ത് ആര്യയുടെ ഫ്രണ്ടായ തനുജ് ഇന്ന് എങ്ങനെയെങ്കിലും ശൗര്യയെ കാണണം, കുറെ ദിവസങ്ങളായി അവൻ എന്നെ കാണാതെ ഒഴിഞ്ഞു മാറി നടക്കുകയാണ് എന്ന് പറഞ്ഞ് അവന്റെ വീടിന്റെ അടുത്തേക്ക് വരുന്നു. എന്നാൽ അവിടെ ശൗര്യ ഉണ്ടായിരുന്നില്ല. അപ്പോഴേക്കും തനുജിനെ ശൗര്യ വിളിച്ച് എടാ നമ്മുടെ ശിവയെയും ഭരതനെയും കൊന്നവൻ എവിടെയുണ്ടെന്ന് അറിഞ്ഞു, അവന്റെ അഡ്രസ്സും ഫോട്ടോയും അയക്കാം, അവിടേക്ക് ചെല്ല് എന്ന് പറയാണ്. അതിന് തനുജും ശരി എന്ന് പറഞ്ഞ് വെള്ളം കുടിക്കാൻ വീടിനുള്ളിൽ കയറി ഫ്രിഡ്ജ് തുറന്നപ്പോൾ കണ്ട കാഴ്ച കണ്ട് അവൻ ഞെട്ടുകയാണ്. കാരണം ഫ്രിഡ്ജിൽ ആര്യയുടെ ഡെഡ് ബോഡി ഇരിക്കുന്നുണ്ടായിരുന്നു. അത് കണ്ട് തനുജ് ഷോക്കായി. എടാ ശൗര്യ, നീ മരിച്ചില്ലെങ്കിൽ പിന്നെ ഇത്രയും ദിവസം എന്നോട് സംസാരിച്ചത് ആരാണ് എന്ന് പറഞ്ഞ് ഇമോഷണൽ ആവുന്നു. നീ ജീവിച്ചിരിപ്പുണ്ടെന്ന് എന്നെ പറഞ്ഞ് വിശ്വസിപ്പിച്ച് നമ്മുടെ ഫ്രണ്ട്സിനെ കൊന്നവനെ ഞാൻ വെറുതെ വിടില്ലടാ എന്ന് ദേഷ്യത്തോടെ അവൻ പറയാണ്. ശൗര്യ ഫോൺ ചെയ്ത നമ്പറിലെ പ്രൊഫൈൽ ഫോട്ടോ അർജുൻ്റെതായിരുന്നു. അതുകൊണ്ട് അർജുനാണ് ഇതെല്ലാം ചെയ്യുന്നതെന്ന് കരുതി അവൻ CAയെ വിളിച്ചിട്ട് ഞങ്ങളുടെ ഫ്രണ്ട്സിനെ കൊന്നവൻ ഒരിടത്തുണ്ട്, അവിടേക്ക് വാ എന്ന് പറഞ്ഞ് ആ സ്ഥലത്തേക്ക് പുറപ്പെടുന്നു. അങ്ങനെ അർജുൻ അവിടെ എത്തിയ ഉടനെ തനുജ് ദേഷ്യത്തോടെ അവനെ ആക്രമിക്കുന്നു. അർജുനും അവനെ നന്നായി അടിച്ച് കസേരയിൽ കെട്ടിയിടുന്നു. അപ്പോഴേക്കും CA അവിടെ എത്തുന്നുണ്ട്. തനുജ് CAയോട് സർ, ഇവനാണ് എൻ്റെ 3 ഫ്രണ്ട്സിനെയും കൊന്നത്, ഇവനെ എൻകൗണ്ടർ ചെയ്ത് കൊല്ല് എന്ന് പറയാണ്. ഇവിടെയാണ് കിഡിലൻ ട്വിസ്റ്റ്. CA അവനോട് എങ്കിൽ ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിലെ 3 പോലീസുകാരെ കൊന്ന നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിക്കുകയാണ്. യഥാർത്ഥത്തിൽ മൂവി സ്റ്റാർട്ടിങ്ങിൽ മരിച്ച 3 പോലീസുകാരെ കൊന്നത് ഇവരായിരുന്നു. അന്ന് തന്നെ നിങ്ങളെ തെരഞ്ഞു പിടിച്ച് കൊല്ലണമെന്ന് തീരുമാനിച്ചതാണ്. അപ്പോഴാണ് നിങ്ങളുടെ കൂട്ടത്തിലുള്ളവൻ ഞങ്ങളുടെ അർജുനെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ തുടങ്ങിയത്. അതുകൊണ്ടാണ് ഞങ്ങളുടെ പ്ലാനും തുടങ്ങിയത് എന്ന് CA പറയുന്നു. അപ്പോൾ അർജുൻ അവനോട് പറയുന്നുണ്ട്, ഇത്രയും പ്ലാൻ ചെയ്ത ഞങ്ങൾക്ക് ഒരു കാര്യം മാത്രം മനസ്സിലാവുന്നില്ല, എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്ത് നിങ്ങളെ കൊല്ലാൻ ടാർഗറ്റ് തരുന്ന ആ 5ാമത്തെ വ്യക്തി ആരാണ് എന്ന് ചോദിക്കുകയാണ്. ഇവിടെ റിവീൽ ചെയ്യുന്ന കിടിലൻ ട്വിസ്റ്റ് എന്താണെന്ന് വെച്ചാൽ അപ്പോഴേക്കും അവിടേക്ക് ആര്യ വന്ന് അത് ഞാനാണ് സാർ എന്ന് പറയാണ്. യഥാർത്ഥത്തിൽ ആര്യയും ശൗര്യയും ട്വിൻസാണ്. ഇരുവരും സഹോദരങ്ങളാണ്. ആര്യ തന്റെ സഹോദരൻ ഉൾപ്പെടെ അവന്റെ ഫ്രണ്ട്സിനെ എന്തിനു കൊല്ലാനായി ഇതെല്ലാം ചെയ്തു എന്ന് പറയാണ്. യഥാർത്ഥത്തിൽ ആര്യ എത്ര നല്ലവനാണോ ശൗര്യ അത്രയും ക്രിമിനൽ മൈൻഡഡ് ആണ്. അന്ന് പോലീസുകാരെ കൊന്ന ശൗര്യയെ അർജുൻ നൽകിയ ക്ലൂസ് അനുസരിച്ച് പോലീസ് അതേ ദിവസം രാത്രി അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കുന്നു. മറുവശത്ത് ആര്യയും പാവനിയും തമ്മിലുള്ള വിവാഹം ഉറപ്പിച്ച് പ്രീ വെഡിങ് ഷൂട്ട് കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ കല്യാണം നടക്കുമെന്ന് കരുതി വളരെ സന്തോഷത്തിലായിരുന്നു. എന്നാൽ ശൗര്യ ജയിലിലായിട്ടും ആര്യ തന്നെ കുറിച്ച് ഓർക്കുന്നില്ലെന്നും തന്നെ ജാമ്യത്തിൽ ഇറക്കാൻ ശ്രമിക്കാതെ കല്യാണം കഴിച്ച് സന്തോഷമായി ഇരിക്കുകയാണെന്ന് അറിഞ്ഞ് ശൗര്യക്ക് ദേഷ്യം വരുന്നു. അങ്ങനെ 2 ദിവസം കഴിഞ്ഞ് ശൗര്യയുടെ ഫ്രണ്ട്സ് അവനെ ജാമ്യത്തിൽ പുറത്തിറക്കുന്നു. ആര്യയോട് ദേഷ്യത്തിലായിരുന്ന ശൗര്യക്ക് ആര്യ പാവനിക്ക് ബർത്ത്ഡേ സർപ്രൈസ് പ്ലാൻ ചെയ്തതായി അവന്റെ ഫ്രണ്ട് ശിവ വഴി അറിയാണ്. അന്ന് വൈകുന്നേരം ആര്യ എത്തുന്നതിന് മുൻപേ ശൗര്യ പാവനിയുടെ അടുത്തേക്ക് പോയി താൻ ആര്യയാണെന്ന് വിശ്വസിപ്പിച്ച് ഫാം ഹൗസിലേക്ക് കൂട്ടിക്കൊണ്ടു വന്നിട്ടുണ്ടാവും. മറുവശത്ത് ആര്യ പാവനിയുടെ വീട്ടിൽ ചെന്നപ്പോൾ അവളെ കാണാത്തതുകൊണ്ട് ഫോൺ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് പാവനിക്ക് ആര്യയുടെ നമ്പറിൽ നിന്ന് കോൾ വന്നപ്പോൾ അവൾ ഷോക്കായതും അതേക്കുറിച്ച് ചോദിച്ചതും. ഫോൺ പ്രസ്സായി വന്നതാകുമെന്ന് പറഞ്ഞ് ശൗര്യ അവളെ സമാധാനിപ്പിക്കുന്നുണ്ട്. അങ്ങനെ എല്ലാവരും ചേർന്ന് ബലമായി പാവനിയെ പീഡിപ്പിക്കുന്നു. അപ്പോഴേക്കും അവിടെ എത്തിയ ആര്യ അതെല്ലാം കണ്ട് അവരെ ആക്രമിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും എല്ലാവരും ചേർന്ന് രണ്ടുപേരെയും ക്രൂരമായി അടിച്ചു കൊന്ന് അവരുടെ ഡെഡ് ബോഡികൾ കാറിന്റെ ഡിക്കിയിൽ വെച്ച് കൊണ്ടുപോയി സിറ്റിയുടെ അതിർത്തിയിൽ ഉപേക്ഷിച്ചു പോകുന്നു. അപ്പോഴേക്കും പാവനി മരിച്ചിരുന്നു. എന്നാൽ ആര്യയ്ക്ക് ശ്വാസം ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ തന്നെ ആര്യ തന്റെ അനിയൻ ഉൾപ്പെടെ എല്ലാവരെയും കൊല്ലുമെന്ന് തീരുമാനിക്കുകയാണ്. അന്ന് ശൗര്യയെ കൊല്ലണമെന്ന് കരുതിയപ്പോഴാണ് അർജുൻ അവനെ കൊല്ലുന്നത് കാണുന്നത്. അതെല്ലാം വീഡിയോ റെക്കോർഡ് ചെയ്ത് താനിരിക്കുന്ന അവസ്ഥയിൽ അവരെ കൊല്ലാൻ കഴിയില്ലെന്ന് മനസ്സിലാക്കി പ്ലാൻ പ്രകാരം ആ വീഡിയോസ് വെച്ച് ബ്ലാക്ക്മെയിൽ ചെയ്ത് ബാക്കിയുള്ളവരെ കൊണ്ട് കൊല്ലിച്ച് പ്രതികാരം തീർക്കുകയായിരുന്നു. അതെല്ലാം കേട്ട അർജുൻ അന്ന് നവ്യയുമായുള്ള പ്രണയം കാരണം ഈ കേസ് സീരിയസ് ആയി എടുക്കാത്തത് കൊണ്ടാണ് ഈ ശൗര്യ പുറത്തിറങ്ങിയതും ഇതെല്ലാം സംഭവിച്ചതെന്നും പറഞ്ഞ് ആര്യയോട് മാപ്പ് ചോദിക്കുന്നു. എന്തായാലും ബ്ലാക്ക്മെയിൽ എന്ന പേരിൽ നീ എനിക്ക് തന്ന ടാർഗറ്റുകൾ വഴിയാണെങ്കിലും ഞങ്ങളുടെ മിഷനും നിന്റെ റിവെഞ്ചും രണ്ടും ഇന്ന് കംപ്ലീറ്റ് ആവാൻ പോകുന്നു. ഇവന്റെ കാര്യം ഇനി ഞാൻ നോക്കിക്കൊള്ളാം എന്ന് പറഞ്ഞ് ആര്യ അവിടെ നിന്ന് പറഞ്ഞയച്ച് തനുജിനെ ഷൂട്ട് ചെയ്ത് കൊല്ലുന്നു. മൂവി എൻഡിങ്ങിൽ ഇതെല്ലാം കണ്ട നവ്യ നമ്മൾ ഒരുമിച്ച് ജീവിക്കാൻ വേണ്ടിയാണോ നീ ഈ ട്രിപ്പിന് വന്നത്, അതോ നിന്റെ മിഷന് വേണ്ടി വന്നതാണോ എന്ന് ചോദിക്കുകയാണ്. അതിന് അർജുൻ വന്നത് നിനക്ക് വേണ്ടിയാണ്, പക്ഷെ ഇവിടെ വന്നപ്പോഴാണ് മിഷൻ ക്ലോസ് ചെയ്യണമെന്ന് മനസ്സിലായത് എന്ന് പറയാണ്. അതിന് നവ്യ ഇതൊക്കെ പോട്ടെ, എന്താണ് മിഷൻ 1111 എന്ന് ചോദിക്കുകയാണ്. അതിന് അർജുൻ അത് വളരെ കോൺഫിഡൻഷ്യൽ ആണ്, പറയാൻ പാടില്ല എന്ന് പറയാണ്. അങ്ങനെ സിനിമയോട് അവസാനിക്കുന്നു. സിനിമ എങ്ങനെയുണ്ടായിരുന്നു?
സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ. അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് കൂടി തരാൻ മറക്കല്ലേ. സോ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.